ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടിയ ദിവസമാണ്. നമുക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സംഭവിച്ചതിലും കൂടുതലുള്ളൊരു ദുരന്തം ഇനി നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇവിടെയും എല്ലാ സ്ഥലത്തും വെള്ളം ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കിയതാണ്. ഇവിടെയൊക്കെ എന്താ നടക്കുന്നത്, പുറത്തൊക്കെ എന്തൊക്കെയാണ്, വെള്ളം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇവിടെ പുഴയുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. റെയിലാണിത്. ഭാരതപ്പുഴയുടെ അവിടേക്ക് പോവുകയാണ്. ഇവിടെ റെയിലും പുഴയൊക്കെ വളരെ അടുത്താണ്. ഇപ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം റെയിലിൻ്റെ അങ്ങേ സൈഡിൽ ഒരു കമാനത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അല്ല, ഇവിടക്കൊന്നും വരില്ല. അപ്പോൾ അവിടെ നടക്കാൻ ധൈര്യം ഉണ്ടോ? പുഴ അടുത്ത് പോയിട്ട് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു, വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര മോശമാണ്, മഴ പെയ്തിട്ട്. ഇതാണ് വഴി. ഭാരതപ്പുഴ രണ്ട് കരയും മുട്ടി നിറഞ്ഞ് ഫുള്ളായിട്ട് ഒഴുകുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഭാരതപ്പുഴ നിറഞ്ഞു കഴിഞ്ഞ് ഈ കരക്കലും ആ കരക്കലൊക്കെ ഫുള്ള് കയറിയിട്ട് ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭാരതപ്പുഴ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെയിലിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. ഇതാ പുഴയിൽ നിന്ന് റെയിലിൻ്റെ അടിയിൽ കൂടെയുള്ള ഒരു കമാനുണ്ട്. അത് അപ്പോൾ പുഴ നിറഞ്ഞിട്ട് റെയിലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെള്ളം കയറിയതാണിത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഇതിവിടെ ഒരു റോഡ് എൻഡ് ചെയ്യണ ഭാഗമാണ്. അവിടെ അറ്റത്ത് കാറ് കാണാം. ആ വീട് കഴിഞ്ഞിട്ടും വെള്ളം കയറി വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇനി ഇപ്രാവശ്യം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ വേറെ ഒരു വശത്തുള്ളതാണ്. അപ്പോൾ ആ കാണുന്നത് നിങ്ങൾ പുഴയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് പാടാണ്, പുഞ്ചപ്പാടം. പാകുന്ന പാടം അതാണ്. വേനൽക്കാലത്തൊക്കെ ഇവിടെ നിറച്ച് നെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, പുഴ പോലെ ഈ സ്ഥലത്ത് ഇഷ്ടം പോലെ മീൻ കിട്ടും. ഇത് കാരണം പുഴയിൽ നിന്ന് കയറുന്ന വെള്ളമാണ് ഇത്രയും ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ പുഴമീൻ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. ഒരുപാട് പേര് ഈ കാലമായി കഴിഞ്ഞാൽ പുഴമീൻ പിടിച്ചിട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല മഴക്കാറുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, എന്താ മഴക്കാറ്. ഇത് കുറച്ചും കൂടിയൊക്കെ അടുത്തുനിന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. മഴയുടെ കാഠിന്യമാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുന്നതാണ് ഈ കാണുന്നത്. ഇത് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡാണ്. ഇതിൽ അവിടെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അരക്ക് ഒപ്പം വെള്ളമുണ്ട് ഇതിൽ. അതാ ഇവിടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നിർത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്യാം. അത്രയും വെള്ളമുണ്ട്. ഇത് പാടാണ്. ഇത് ഫുള്ള് പാടാണ്. പാടം നിറഞ്ഞ് ഒരുപാട് ആഴത്തിലുള്ള പാടാണിത്. ഇപ്പോൾ ഏകദേശം ഒരു പുഴയുടെ അത്രയും വെള്ളം ഇതിനകത്ത് കാണും. റോഡിനോടൊപ്പമായിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകളൊക്കെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഘോഷം, കുടയൊക്കെ പിടിച്ചിട്ട്. പാടത്തുനിന്ന് കയറിയ വെള്ളമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാമ്പുണ്ടെന്നോട് എല്ലാവരും പറയുന്നുണ്ട്. അണലി, ചെറിയ കുട്ടികളടക്കമുള്ള അണലികൾ ഒരുപാട് വരുന്നുണ്ട്. അത്ര ഇത് വേറെ, ഇതിനെന്താ പറയുക, ഇത് അണലിയല്ല. ഇതിന് ഞങ്ങളവിടെയൊക്കെ കുരുടി പാമ്പ് എന്നാണ് പറയുക. കുരുടി. ഇവിടെയൊക്കെ ഒരുപാട് കുരുടികൾ. കുരുടി. ഇതേപോലെ അണലികളും ധാരാളം കയറിയിട്ടുണ്ട്. അണലികളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് പേര് കണ്ടു അണലികൾ കയറിയിട്ട്. ഭയങ്കര ഡേഞ്ചറാണ് ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക്. ആ കരക്കിൽ ഒരുപാട് വീടുകളുള്ളതാണ്. അവിടെ റെയിലാണ്. റെയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ റെയിലൊക്കെ
ട്രെയിനൊക്കെ നിർത്തിയിരുന്നു റെയിലിൻ്റെ മേലെ കൂടെ വെള്ളം കയറിയിട്ട്. ഇപ്പോൾ റെയിലിൻ്റെ മേലേക്ക് എത്തിയിട്ടൊന്നുമില്ല. അവിടെ ആളുകൾ എൻജോയ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ അതിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടുകാരെ, ഇതൊക്കെ സാധാരണ ആളുകളുടെ തൊടികളാണ്. പിന്നെ തെങ്ങും തോപ്പൊക്കെയാണ്. ഇതൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടാണുള്ളത്. ഇതാ അവിടെ ഒരു വല്യമ്മ വന്നിട്ട് പറയാണ്, ഒരു പടത്തൊന്നും ഇങ്ങനെ കയറിയിട്ടില്ല വെള്ളം, പ്രാവശ്യമാണ് ഇങ്ങനെ കയറുന്നത്. ഇതാ ഈ ചെറിയ മോട്ടോർ ഷെഡാണ്, അതിൻ്റെ പകുതിയും വെള്ളം കയറിയിട്ടുള്ളത്. അതാ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതാ ആളുകളുടെ കൃഷിയാണ്. അവിടെ നീല വലയിട്ടിട്ട് എന്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും അതൊക്കെ ചീഞ്ഞു പോകും. ട്രെയിന് പോകുന്നുണ്ട്. എല്ലാ ആളുകളും പുറത്തിറങ്ങിയിട്ടാണുള്ളത്. വലിപ്പം ചെറുപ്പോ വയസ്സൊന്നുമില്ല, എല്ലാവരും പുറത്താണുള്ളത്. മഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഇപ്പുറത്തൊരു ചാലുണ്ട്, ആ ചാലിനകത്തൂടെ വെള്ളം. ഇതാ വേറെ ഒരു സൈഡാണ്, വേറെ ഒരു പാടാണ്. ആ പാടത്ത് ഇതാ വെള്ളം കയറി റോഡിൻ്റെ അതുവരെ എത്തി. ഇത് റോഡാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതൊക്കെ മൂടാതെ ഇരുന്നാൽ ഭാഗ്യം. അത്രക്കും മഴയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. അത് ആളുകളെ എൻജോയ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ അതാ ഈ ടയർ വെള്ളത്തിലിട്ടിട്ട് അതാണ് പിന്നെ നീന്തി കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വേനൽക്കാലത്ത്, അതായത് വെള്ളമില്ലാത്ത സമയത്ത് ഫുള്ള് കൃഷിയായിരിക്കും. നെൽകൃഷി നടത്തുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇത് റോഡിൻ്റെ മറ്റേ വശമാണ്, പാടത്തിൻ്റെ മറ്റേ വശമാണ്. ഇവിടെ വല കെട്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല മീനുണ്ടാവും. ഇപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് മീൻ ചൂണ്ടൽ ഇര കൊളുത്തിയിട്ട് ചൂണ്ടലിട്ട് കഴിഞ്ഞാൽ പാമ്പാ കിട്ടുന്നത് പറയുന്നുണ്ട്. മൂർക്കന്, അണലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ചൂണ്ടമേൽ കുടുങ്ങുകയാണെന്ന് ഇപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് വലട്ടിയതാണ്. ഇവിടെ കുറേ ആളുകളുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള വെള്ളമൊക്കെ നോക്കിയിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇവിടെ ഈ ഒരു ചാലിലൂടെ വരുന്ന വെള്ളമാണ് ഈ പാടത്തേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്.